പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ എന്ന ഈ ഗാനം കേരളത്തിന്റെ CPM പരിപാടികളിലെല്ലാം മുഴങ്ങിക്കേൾക്കാം. റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയായി ചുമതലയേറ്റതോടെ വിപ്ലവഗാനം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു. റവാഡ ചന്ദ്രശേഖറും പുഷ്പനും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ 1994 നവംബർ 25 പോകേണ്ടി വരും. അന്നായിരുന്നു CPMന്റെ സമരചരിത്രത്തിലെ മരിക്കാത്ത ഓർമ്മയായി മാറിയ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാകുന്നത്. അന്ന് സംഭവിച്ചതെന്ത്, പിന്നീട് സംഭവിച്ചതെന്ത്, ഇപ്പോൾ സംഭവിക്കുന്നതെന്ത്? കൂത്തുപറമ്പിലെ കനലെരിയും പാതയിലേക്കാണ് ഫയൽസിന്റെ ഈ ലക്കം. നവംബർ 25 കണ്ണൂർ കൂത്തുപറമ്പ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രക്തം കൊണ്ട് മുറിവേറ്റ ദിനം. 5 യുവാക്കൾ പോലീസിന്റെ തോക്കിൻ തീപ്പൊരിയിൽ രക്തസാക്ഷികളായി. പുഷ്പൻ കഴുത്തിനേറ്റ വെടിയുണ്ടയാൽ 30 വർഷം തളർന്ന് കഴിഞ്ഞ വർഷം മരണത്തിന് കീഴടങ്ങി. DYFI സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സഹകരണ മന്ത്രി MV രാഘവനെതിരെ തെരുവിലിറങ്ങിയതായിരുന്നു. കൂത്തുപറമ്പ് അർബൻ കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനായി എത്തുന്ന സഹകരണ മന്ത്രി MV രാഘവനെ തടയുമെന്ന് നേരത്തെ തന്നെ DYFI പ്രഖ്യാപിച്ചിരുന്നു. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി DYFIയുടെ പ്രവർത്തകർ കൂത്തുപറമ്പിൽ തമ്പടിച്ചു. മന്ത്രിമാരായ MV രാഘവനും N രാമകൃഷ്ണനും കൂത്തുപറമ്പിലേക്ക് പോകുന്നതിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആശങ്ക അറിയിച്ചു. N രാമകൃഷ്ണൻ തിരികെ പോയെങ്കിലും ബാങ്കിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു MVR. മന്ത്രിയുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിലെത്തിയത്. ഇതേസമയം കൂത്തുപറമ്പ് നഗരം DYFI പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മന്ത്രിയുടെ കാർ DYFI ആക്രമിക്കുമെന്ന സൂചന പടർന്നു. ഇതോടെ വെടിവെക്കാനുള്ള നിർദ്ദേശം കൈമാറി. ബദൽ രേഖയുടെ പേരിൽ CPMൽ നിന്നും പുറത്തായ MV രാഘവൻ CMP എന്ന പാർട്ടിയുണ്ടാക്കി UDFൽ ചേരുകയും മന്ത്രിയാവുകയും ചെയ്തതോടെ CPMനെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളുണ്ടായി. സഹകരണ മേഖലയിൽ CPM ആരംഭിച്ച AKG ആശുപത്രി കൈവശപ്പെടുത്താനുള്ള നീക്കം CPMന് MV രാഘവനോടുള്ള ശത്രുതയ്ക്ക് കാരണമായി. പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള തീരുമാനവും പരിയാരം TB സാനിറ്റോറിയത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി മെഡിക്കൽ കോളേജിന് കൈമാറാനും തീരുമാനിച്ചതോടെ ഭൂമി തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിനെതിരെയാണ് സഹകരണ മന്ത്രിയായ MV രാഘവനെതിരെ DYFI സമരം പ്രഖ്യാപിച്ചത്. കണ്ണീർവാതകം ലാത്തിച്ചാർജ്. പക്ഷേ ജനക്കൂട്ടം പിന്മാറിയില്ല. പെട്ടെന്ന് പോലീസിന്റെ തോക്കുകൾ മുഴങ്ങി. 5 യുവാക്കൾ KK രാജീവൻ, മധു, ഷിബുലാൽ, ബാബു, റോഷൻ ഇവർ വെടിയേറ്റ് വീണു. പുഷ്പൻ കഴുത്തിനേറ്റ വെടിയുണ്ടയാൽ യാതനകളിലേക്ക് തള്ളപ്പെട്ടു. വെടിവെപ്പ് വാർത്ത പടർന്നതോടെ കേരളമാകെ ഇളകിമറിഞ്ഞു. 1994 ശേഷം എന്താണ് സംഭവിച്ചത്? കൂത്തുപറമ്പ് CPM രക്തസാക്ഷിത്വത്തിന്റെ അനശ്വര പ്രതീകമായി. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന ഗാനം പാർട്ടി പരിപാടികളിൽ മുഴങ്ങി. 1998 EK നയനാർ സർക്കാർ റവാഡയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. 2012 കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കി. 2024 അതായത് കഴിഞ്ഞ വർഷം പുഷ്പൻ 30 വർഷത്തിന് ശേഷം മരണത്തിന് കീഴടങ്ങി. പോലീസ് ക്രൂരത എന്ന് ആർത്തുവിളിച്ചവർ, കാലന്മാരെ വെട്ടണമെന്ന് പ്രസംഗിച്ചവർ ഇന്ന് മെറിറ്റ് എന്ന് പറഞ്ഞ് റവാഡയെ പിന്തുണയ്ക്കുന്നു. CPIM തന്നെ റവാഡ ചന്ദ്രശേഖറിനെ DGPയായി അവരോധിക്കുന്നു. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് DYFI നയിച്ച സമരമായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ കലാശിച്ചത്. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ പിന്നീട് പാർട്ടി നയം മാറ്റി. സ്വകാര്യ സർവകലാശാലയും കടന്ന് ഇത് വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്നതിലേക്ക് വരെ എത്തിയതും ചരിത്രം. ഇതിനിടെയാണ് റവാഡ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരെ എത്തുന്നതും ഒരിക്കൽ കൂടി കൂത്തുപറമ്പ് ചർച്ചയാകുന്നതും. സ്വാശ്രയ വിദ്യാഭ്യാസത്തെ ജനവിരുദ്ധമെന്ന് വിളിച്ച് 5 ജീവനുകൾ ബലി നൽകിയവർ 2025 സ്വകാര്യ വിദേശ സർവകലാശാലകൾക്ക് വാതിൽ തുറക്കുകയാണ്. ഈ ആശയവൈരുദ്ധ്യം രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് CPMനുള്ളിൽ തന്നെ അഭിപ്രായമുയരുന്നു. അണികളിൽ മുറുമുറുപ്പുയരുന്നു. റവാഡ കുറ്റക്കാരനല്ല. 2012 ഹൈക്കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെന്ന് CPM ന്യായീകരിക്കുന്നു. UDFന്റെ ഉത്തരവാണ് വെടിവെപ്പിന് കാരണമെന്ന്
എം വി ഗോവിന്ദനും ന്യായീകരിക്കുന്നു. പാർട്ടിയുടെ വ്യക്തിതാക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്, അല്ലാണ്ട് രവതാ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. രവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ IPS ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് 2 ദിവസം മുമ്പാണ്. അവിടെ കോടതി തന്നെ ഇവരെല്ലാം ഈ രവതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ആദ്യം വിമർശന സ്വരമുയർത്തിയെങ്കിലും പി ജയരാജനും പിന്നീട് പുറത്തു. ന്യായീകരിച്ച് ദേശാഭിമാനിയിൽ ലേഖനവും എഴുതി. ഒന്ന് നിതിൻ അഗർവാളാണ്, മറ്റൊന്ന് രവതയാണ്. ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത്. വിവാദത്തിന് ഇന്ധനം പകരുകയാണ് പ്രതിപക്ഷം. UPSC ലിസ്റ്റിൽ ഒന്നാമനായ നിതിൻ അഗർവാളിനെ മറികടന്നത് CPIM BJP രാഷ്ട്രീയ ഒത്തുകളിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പുഷ്പന്റെ വേദന ആർക്കു വേണ്ടി? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. രക്തസാക്ഷിത്വം പോലും രാഷ്ട്രീയ പ്രായോഗികതയ്ക്ക് വഴിമാറുകയാണ്. ആധുനിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ വിദേശ സർവകലാശാലകൾ എന്ന പുതിയ പാഠം മാത്രം മതി ഇനി. എന്നാൽ കൂത്തുപറമ്പ് അതിന്നും സഖാക്കളുടെ നെഞ്ചിൽ കനലാണ്. അതണയ്ക്കാൻ കേവലം നേതാക്കളുടെ വിശദീകരണങ്ങൾക്കാകുമോ? മറക്കാനാകുമോ കൂത്തുപറമ്പ്?